ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ പില്ലുവിൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ബർത്ത്ഡേൻ്റെ തലേ ദിവസം എടുത്തതാണ്. ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ്. പില്ലുവിന് ഡ്രസ്സും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ആതിരും ഇതിനേട്ടനും ഉണ്ടായിരുന്നു കൂടെ. അവർ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. നിക്കും പില്ലൂടെ അവരെ വിളിക്കാൻ വേണ്ടി പോയതാ. ഞങ്ങൾ റുവൈസിലുള്ള ലുലുവിലേക്കാണ് പോകുന്നത്. അപ്പം എന്തായാലും ഇവിടുന്ന് ഒരു മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ടേക്ക്. ഞങ്ങളെന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പം തന്നെ ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ. അവിടെ ചെന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ലേറ്റ് ആവും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മക്കളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പർച്ചേസിങ്ങിന് പോവല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളിതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. തീർന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പക്ഷേ പില്ലൊന്നും കഴിച്ചില്ല കേട്ടോ. അവന് ചെറുതായിട്ടൊരു ചൂടുണ്ടായിരുന്നു മേല്. പനി വരുന്നുണ്ടോയെന്നൊരു സംശയം. അവൻ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ പുറത്ത് നല്ല തണുപ്പുമാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ആതിരും ഇതിനേട്ടനും അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരത് വാങ്ങിക്കാൻ വേണ്ടി പോയി. പില്ലുവിന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലുലുവിലെത്തുമ്പോഴേക്ക് 11:30 ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ക്ലോസിങ് ടൈം ആയിരുന്നു. പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അവന് വേഗം ഒരു ഡ്രസ്സ് പെട്ടെന്ന് കണ്ട് ഇഷ്ടമായി. അതങ്ങോട്ട് എടുത്ത് അങ്ങനെ പിന്നെ അവിടെ കുറച്ച് ബുക്സ് കണ്ട്. ഈ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ നെയിംസുള്ള പിക്ചേഴ്സ് വരുന്ന. അങ്ങനെ അത് നിക്കിക്ക് പഠിപ്പിച്ചു കൊടുക്കലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 വാങ്ങിച്ച്. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നാളെയാണ് പില്ലുവിൻ്റെ ബർത്ത്ഡേ. ഇങ്ങോട്ട് എണീക്ക് ഇങ്ങോട്ട് വാ. അപ്പനത്ര ഹൈറ്റായി. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ പിറന്നാളാണ് കേട്ടോ. പോയി കേട്ടോ. ഉഷാറായിട്ടിരിക്കണേ. ഓക്കെ, ബൈ. ഹാപ്പി ബർത്ത്ഡേ. കിടന്നു. അങ്ങനെ ഉണ്ണി ജോലിക്ക് പോയി. പില്ലു വീണ്ടും കിടന്നുറങ്ങി. മക്കൾ 2 നല്ല ഉറക്കം. ഞാൻ പിന്നെ കിടക്കാൻ നിന്നില്ല, പണിയുണ്ടല്ലോ. ഈവനിങ് ആണ് ഞങ്ങളെല്ലാവരും വിളിച്ചത്. വേറെ ആരുമില്ല. ഉണ്ണീൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ പാപ്പനും. ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി മീൻ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. മീനും തേങ്ങയൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഞാനൊരു ചെറിയ സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേർക്കൊന്നും ഇപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു 10 പേരോളം ഉണ്ടാവും ഞങ്ങൾ.
അപ്പോൾ 10 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നാട്ടിലാവുമ്പോൾ അമ്മേൻ്റെ കൂടെ സഹായിക്കാമെന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ പുറത്തുനിന്ന് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വല്ല അബദ്ധമോ പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷനായിരുന്നു. ഈ മീൻ വാങ്ങിച്ചത് ഫ്രൈ ചെയ്യാനാണേ. ഈ പച്ചക്കറികൾ മാത്രമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മീൻ വാങ്ങിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബിരിയാണിയൊക്കെ ഇവിടെ എല്ലാവരും എപ്പോഴും കഴിക്കുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സദ്യ ആക്കല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ മീൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കിട്ട്. ആദ്യം ഞാൻ സാമ്പാറിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനിതാ സാമ്പാറിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്ത് വെക്കാൻ പോവാണ്.
പിന്നെ ഇതാ കുറച്ച് പുളി എടുത്ത് ചൂടുവെള്ളത്തിലേക്കിട്ട്, സാമ്പാറിലേക്ക് പുളി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനും എളുപ്പമാണല്ലോ. സാമ്പാറിലേക്കും അവിയലിലേക്കും വേണ്ട പച്ചക്കറികളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഈ സമയം മീനിൻ്റെ ഐസൊക്കെ പോയിരുന്നു. അപ്പോൾ പിന്നെ അതിൽ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. മീനിൽ മസാല നല്ലോണം പിടിക്കുമല്ലോ.
അങ്ങനെ ഞാനിതാ മീനിൽ മസാല തേക്കുക. അങ്ങനെ ഇതാ ഞാൻ മീനിൽ മസാലയൊക്കെ നല്ലോണം തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോഴേക്ക് നിക്ക് എഴുന്നേറ്റ് വന്നിട്ടോ. എന്തായാലും മീനിൻ്റെ പണി കഴിഞ്ഞ്. എന്താ വാവേ? ഏട്ടൻ എഴുന്നേക്കില്ല? ഏട്ടനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? എഴുന്നേക്കില്ല? പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും ഏട്ടനോട്. എഴുന്നേക്കാൻ പറയും. പോയി നോക്ക് ഏട്ടനെ. നിക്ക് നേരത്തെ എഴുന്നേറ്റ്. ഏട്ടനെ വിളിച്ചോ? വിളിച്ചില്ല? വിളിക്ക പോയിട്ട്. വാ. നല്ല ഉപ്പുമാവ്. ആ അമ്മ ബ്രഷ് ചെയ്തിട്ട് തരാം. വാ നടക്ക്. പിന്നെ അവനെ കൊണ്ടുപോയിട്ട് ബ്രഷ് ചെയ്തു മേലൊന്ന് കഴുകിച്ചു കൊടുത്തു. കാരണം പില്ലുവിന് പനി പിടിച്ചതാണല്ലോ, ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ രണ്ടുപേരെയും തല കുളിപ്പിക്കുന്നില്ല. എനിക്കിനെ വേഗം മേല് കഴുകി വിട്ട്. ഏട്ടനെ വിളിക്കടാ. നിക്ക് ഇങ്ങോട്ട് നോക്ക്. ഏട്ടനെ വിളിക്ക്. ഏട്ടനോട് ഹാപ്പി ബർത്ത്ഡേ പറയില്ല? വിളിക്കേട്ടനെ. ഏട്ടാ വിളിച്ചോക്ക്. പില്ലോ ഇത്ര നേരത്തെ ഒന്നും ഇവർ എഴുന്നേക്കാറില്ലെന്ന്. ഞാൻ നേരത്തെ എഴുന്നേറ്റതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ പിന്നാലെ എഴുന്നേറ്റ് വന്നത്. അങ്ങനെ അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അലക്കിയ തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്നെ പുറത്തിടാൻ സഹായിക്കുകയാണ് എനിക്ക്. ഓരോന്നോരോന്നായിട്ട് എനിക്ക് എടുത്തു തരിക. അതൊക്കെ കഴിഞ്ഞ് അവൻ നേരെ റൂമിലേക്ക് പോയി. പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പില്ല് എഴുന്നേറ്റില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കായിരുന്നു. അപ്പോൾ ഇതാ തേങ്ങാൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചതേ. അപ്പം ഞാനതൊന്ന് മിക്സിയിലിട്ട് അടിക്കല്ലോ എന്ന് വിചാരിച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ആക്കി. ഇവിടെ പാത്രങ്ങൾ വെക്കാനൊന്നും തീരെ സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് വേഗം വേഗം പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് ഒഴിവാക്കല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ നിന്ന്. ഈ സാധാരണ നാട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പം ഈ സദ്യയൊക്കെ വെക്കുമ്പം അമ്മൂമ്മയാണ് എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്യുക, ഈ സാമ്പാറിലേക്കും അവിയലിലേക്കൊക്കെ വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ അമ്മൂമ്മേനെ ഓർത്തത്. ഈ അവിയലിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നത് ഞാൻ അമ്മൂമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് പഠിച്ചത്.
ആദ്യം അവിയലിലേക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് ഞാനത് ആ ഒരു കുക്കറിലേക്കിട്ട് അതാദ്യം വെക്കല്ലോ എന്ന് വിചാരിച്ച്. ഈ ചേന കട്ട് ചെയ്തിട്ട് വല്ലാത്ത ചൊറിച്ചിലായിരുന്നു കേട്ടോ കൈക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നുണ്ടായിരുന്നു. അവിയലിൽ പച്ചക്കറിയൊക്കെ വേവാൻ ഒരു വിസിൽ മതിയാവും. അപ്പം അത് ആവുമ്പോഴേക്ക് ഞാൻ എന്താക്കി, വേറൊരു കുക്കർ എടുത്തിട്ട് സാമ്പാറിലേക്ക് വേണ്ട പരിപ്പൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതാ ഒരു കുക്കർ എടുത്തിട്ട് പരിപ്പൊക്കെ അതിലേക്കിട്ട് വേവിക്കാൻ പോവുക.
ദേ ഈ പൈനാപ്പിൾ ഞാനൊരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പൈനാപ്പിൾ പോലെയൊന്നല്ല. നോർമലി നമ്മൾ വീട്ടിൽ പൈനാപ്പിളൊക്കെ കൊണ്ട് വെച്ചാൽ നല്ല സ്മെല്ലല്ലേ. ഈ പൈനാപ്പിളിൻ്റെ സ്മെല്ല് ഇങ്ങനെ എല്ലാ സ്ഥലത്തുണ്ട്. ഇതിനൊരു സ്മെല്ലും ഇല്ല. അങ്ങനെ അത് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. ഇനി എൻ്റെ മൂക്കടഞ്ഞതാണോ എന്താണെന്നറിയില്ല, സ്മെല്ലൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ കട്ട് ചെയ്തൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി. അപ്പോൾ ചെറിയൊരു മധുരമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പോലെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊന്നുമില്ല. ഇത് എവിടുത്തെ പൈനാപ്പിളാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ടിയില്ല, വാങ്ങിച്ചില്ലേ. പച്ചടി ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ച്. പൈനാപ്പിളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തു. ഒരു വിസിലൂടെ വെച്ചു. അപ്പോഴാണ് പില്ലു എഴുന്നേറ്റ് വന്നത്. ഞാൻ കുറേ നേരമായി വിളിക്കുന്നത്. ആൾക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് തോന്നുന്നത്. ആ ക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങണം. അതാണ് ഞാൻ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അങ്ങനെ അവനെ എഴുന്നേറ്റ് വന്ന് അവനെ ഞാൻ അതേപോലെ മേലൊക്കെ കഴുകി കൊണ്ടുവന്ന്
ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവന് കുറേ ബർത്ത്ഡേ വിഷസ് ഓരോരുത്തർ മെസ്സേജായിട്ട് അയച്ചിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ അവനെ കൊണ്ട് തന്നെ റിപ്ലൈ കൊടുപ്പിച്ചു. അങ്ങനെ അവൻ അതിനൊക്കെ വോയിസ് മെസ്സേജായിട്ട് റിപ്ലൈ കൊടുത്തു. അവനെ ഞങ്ങൾ 2 ദിവസം മുന്നേ ഡോക്ടറെ കൊണ്ട് കാണിച്ചിരുന്നു, ചെറിയൊരു വയ്യായിക തോന്നിയപ്പം. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു, അങ്ങനെ അത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് കൊടുത്തു. ഈ സമയം എനിക്ക് നല്ല ഉറക്കാട്ടോ, ഞാനത് കണ്ടില്ലായിരുന്നു. ഞാൻ ഇവൻ റൂമിൽ നിന്ന് കളിക്കല്ല വിചാരിച്ചു. പിന്നെ കുറേ സൗണ്ടൊന്നും കേൾക്കാതായപ്പോൾ ഞാൻ ചെന്ന് നോക്കിയതാണ്. അപ്പം ബെഡ് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോഴാണ് പില്ല് എഴുന്നേറ്റ് വന്നത്. ഇന്നിതാ ഉച്ചക്കത്തേക്ക് ഞങ്ങളിതാ ടൊമാറ്റോ റൈസും പിന്നെ ഞാൻ വഴുതിന പൊരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ച്. ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ആതിര വന്നിട്ടോ. അവളാണ് ഈ പായസം ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ അവളാട്ടോ സഹായിച്ചത്. ഈ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനും ഒക്കെ അവളും ഞാനും കൂടി ചെയ്തതാണ്. പിന്നെ ഞാൻ കുറച്ച് റൈസ് കൊടുത്തിരുന്നു ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ട്. കാരണം ഇവിടെ ഞങ്ങളെ പാത്രം ചെറുതായതുകൊണ്ട് എല്ലാവർക്കും കൂടെ അതിലിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവളെനിക്ക് കുറച്ച് ചോറുണ്ടാക്കി കൊണ്ട് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. പൈനാപ്പിൾ പച്ചടി, അവിയൽ, ക്യാബേജിൻ്റെ ഉപ്പേരി, പിന്നെ ഇതാ ഫിഷ് ഫ്രൈ, സാമ്പാർ, പാലട പായസം. അങ്ങനെ ഇതാ ഒരു 8:30 ആയപ്പോഴേക്കും ആതിരി മുതലേട്ടനും വന്നു. ഗിഫ്റ്റൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. എല്ലാവർക്കും ജോലിയുള്ള ദിവസമായതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളിതാ കേക്ക് കട്ടിംഗ് ഒക്കെ തുടങ്ങിയത്. ഈ കഷ്ണം എടുക്കുന്ന
എല്ലാരും പാപ്പം വന്നിട്ടുണ്ട്. അച്ഛനവിടെ പോയി. അതുണ്ടല്ലേ ഒരു കൊല്ലത്തേക്കുള്ള മുട്ടായി കൊണ്ടുവന്നു. അമ്മ ഹലോ, എന്താണ്? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. എല്ലാവർക്കും കൊടുക്ക് മിഠായി, എല്ലാവർക്കും കൊടുക്ക്. അതെടുത്ത് പില്ല എല്ലാവർക്കും കൊടുക്ക്. ഈ മിഠായി എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്ക്. റഫീഖ നാളെ ശനിയാഴ്ച വരുന്നത് 3-ാം തീയതിയാണ്. ഇതാണ് പില്ലോന് ഉണ്ണി ഗിഫ്റ്റ് ചെയ്തത്. പക്ഷെ ഇതെപ്പോഴും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഡെയിലി 1 മണിക്കൂറൊക്കെ, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് വാ, അവിടെ ഇങ്ങോട്ട് വാ. ഓണാക്ക്. പിന്നെ ദാ ഉണ്ണീൻ്റെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ദാ അവൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. പില്ലുവിൻ്റെ 2 ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഉണ്ണിക്ക് ഞങ്ങളെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ബാക്കി ബർത്ത്ഡേക്ക് ഞാനും പില്ലും പിന്നെ അതാ ഞങ്ങളെ ഫാമിലി മാത്രമായിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത്ര 3 വർഷത്തിന് ശേഷം ഇപ്പോൾ 6ാമത്തെ ബർത്ത്ഡേക്കാണ് ഇപ്പോൾ ഉണ്ണി ഞങ്ങളെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഫ്രണ്ട്സും പാപ്പനും എല്ലാവരും കൂടെ വന്നപ്പം ആ ഒരു ഫാമിലി കൂടെ ഉള്ള പോലെ തോന്നി.
പൊളിച്ച് ആ കളിപ്പാട്ട തുറന്നോക്ക്. ഗിഫ്റ്റൊക്കെ മക്കൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയേ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.